അയാൾ വല്ലാതെ ഇമോഷണൽ ആയിട്ടാ പോയത്. അത്രയ്ക്കൊന്നും പറയണ്ടായിരുന്നെന്ന് ഇപ്പൊ ഒരു തോന്നൽ. പാവം, തമാശക്കാണെങ്കിലും ഞാൻ ഒരുപാട് മോഹിപ്പിച്ചില്ലേ. അതും ഇത് വിചാരിച്ച് വെറുതെ മനസ്സ് പഠിപ്പിക്കണ്ട. അതിനും മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി നിന്റെ ഡാഡിയോ അമ്മാമാരോ അറിഞ്ഞ അത് മതി ഇവിടെ ഭൂകമ്പം ഉണ്ടാവാൻ. മുത്തശ്ശിയും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാ ഞാൻ ഇത്രയും വട്ടുകളിപ്പിച്ചതൊക്കെ. ഒരു നേരം പോക്കിന് നീ അല്പം കുസൃതി കാണിച്ചു. നിന്റെ കുസൃതി എനിക്ക് ഇഷ്ടമാ, ഞാനത് ആസ്വദിച്ചു. അതിനാർക്കാ ഇത്ര ഛേദം? അല്ലെങ്കിൽ തന്നെ ആ മണ്ടൻ ആലോചിച്ചാ അറിഞ്ഞൂടെ അവന് സ്വപ്നം കാണാൻ പോലും കിട്ടില്ല എന്റെ ബോബി മോളേന്ന്. അത്രയ്ക്ക് സങ്കടം ഉണ്ടെങ്കിൽ നാളെ മുതൽ അവനും തുടങ്ങട്ടെ കവിത എഴുതാൻ. ഇതുപോലെ ശങ്കരവാരനും എന്റെ വീട്ടിലേക്കൊരു വരവ് വന്നതാ പണ്ട്. നിന്റെ മുത്തച്ഛനും ഞാനുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ച ദിവസം. അന്ന് പക്ഷേ പാവം എന്റെ അച്ഛന്റെ മുമ്പിലാ വന്നു പെട്ടത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അച്ഛനൊരാട്ടാട്ടി. ആ ദുഃഖത്തില് മൂപ്പരൊരു വിലാപകാവ്യം എഴുതി, അശ്രുമാല്യം. ആ കൊല്ലത്തെ സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ആ കവിതയ്ക്കായിരുന്നു. എന്റെ കല്യാണത്തിന് പ്രസന്റേഷനായി വന്നതും ആ കവിതയാ. എന്നിട്ടെന്താ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. ഇത്ര താമസിച്ചത്? ചോറ് വിളമ്പി വെച്ച് എത്ര നേരമായി കാത്തിരിക്കുന്നു. എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല. നിന്റെ മുഖം വല്ലാതിരിക്കുന്നല്ലോ. ചേച്ചിക്ക് തോന്നുന്ന ഒന്നുമല്ല. എന്റെ ഉണ്ണിയെ കണ്ട എനിക്ക് അറിഞ്ഞൂടെ? എന്താണെന്ന് പറയടാ നീ. ചേച്ചി വെറുതെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കി അച്ഛനെ ഉണർത്തണ്ട. അയ്യോ, എന്റെ ഉണ്ണിക്ക് എന്ത് പറ്റി ദൈവമേ? ഭാഗ്യം. എന്ത് പറ്റിയത് ചേച്ചിയോട് പറ മോനെ. മോനെ ഭാഗ്യം, നമ്മുടെ ഉണ്ണി മിണ്ടുന്നില്ല. ആരും കരയരുത്, കരയരുത്. എനിക്കൊന്നുമില്ല. ചിറ്റയിടത്തെ ആരതിക്കുട്ടിയെ മോഹിക്കാൻ ഈ ഡ്രൈവർ രാമനുണ്ണിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അവൾ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു. അവള് പറഞ്ഞത് ശരിയല്ലേ ചേച്ചി? ഞാനാരാ? വെറും ഇസ്പേഡ് 7-ാം കൂലി. അവളന്ന് പറഞ്ഞില്ലേ അവളുടെ ഭാവി വരനാണ്, സിറ്റി കമ്മീഷണറാണെന്നൊക്കെ? അവള് പറഞ്ഞത് സത്യമാണ്. അവളുടെ ഭാവി വരൻ സിറ്റി കമ്മീഷണറാ. അതൊരിക്കലും ഞാനാവില്ലല്ലോ. ഞാനാര്? ഡെവിൾ, വെറും ഡെവിൾ. അവൾ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ലാത്രേ. ചിരിച്ചതും കൊഞ്ചിക്കൊഴിഞ്ഞതും ഒക്കെ വെറുതെ നേരം പോക്കിന് വേണ്ടി അവളുടെ മുറിയിൽ ഒരുപാട് കളിക്കോപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലൊരു കളിക്കോപ്പ് ഞാനും. നമ്മുടെയൊക്കെ സ്നേഹത്തിന് ഒരർത്ഥമേ ഉള്ളൂ ചേച്ചി. അവരുടെയൊക്കെ സ്നേഹത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതൊന്നും രാമനുണ്ണിക്ക് മനസ്സിലാവില്ല. രാമനുണ്ണി വെറും മണ്ടൻ. മോനെ, നീ അവളെ ഇത്രയും സ്നേഹിച്ചിരുന്നെന്ന് ചേച്ചിക്ക് ഇപ്പോഴാ മോനെ മനസ്സിലായത്. ഈ കോളേജിന്റെ രോമാഞ്ചമായ ആരതി മേനോൻ ഇന്ന് നമ്മോട് വിട പറയുകയാണ്. ഇതുവരെ ഈ കോളേജ് ഭരിച്ചിരുന്ന അവർ ഇനി ഈ നഗരം ഭരിക്കും. വിവാഹ ജീവിതത്തിന്റെ വാതായനങ്ങൾ തുറന്ന് നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചവർണ്ണക്കിളി പറന്നു പോവുകയാണ്. പറയാതോ? ഈ നഷ്ടം ഈ കോളേജിന്റെ മുഴുവൻ നഷ്ടമാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഒത്തുചേർന്ന ഈ മുഹൂർത്തത്തിൽ ആരതിയുടെ ആഗ്രഹപ്രകാരം വിഘടിച്ചു നിന്ന ജർമ്മനികൾ ഒന്നാവുകയാണ്. നമുക്ക് ഈ ബെർലിൻ മതിലുകൾ തകർക്കാം. ഇതുവരെ ശത്രുക്കളായി കഴിഞ്ഞിരുന്ന രഞ്ജിത്ലാലും ആരതി മേനോനും ഇനി മുതൽ നല്ല സുഹൃത്തുക്കളായിരിക്കും. വഴക്കും വെല്ലുവിളിയും ഒക്കെ ക്യാമ്പസിലെ വെറും തമാശയായി രഞ്ജിത്ത് മറക്കണം.
ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബ്രദറിനെ പോലെ ക്ഷമിക്കണം. ഏയ് ഇറ്റ്സ് ഓക്കെ. അപ്പോഴെപ്പോഴുള്ള റിവെഞ്ച് എനിക്കും ഉണ്ടായിട്ടുള്ളൂ. ആരതിയോട് എനിക്കൊരു ദേഷ്യമില്ല. ഇതൊന്ന് പിടിച്ചേ. ഞാൻ പറയുമ്പോ ഈ വയർ ഇതിൽ കണക്ട് ചെയ്യണം. ശരി. ഞാനത് ഫിറ്റ് ചെയ്യാൻ പോവാ. പിടിച്ചോണേ. ആ ടച്ച് ടച്ച്. അയ്യോ പോന്നു. ആ പോവും. കണക്ഷൻ വിട്. ഇനി ഞാൻ പറയുമ്പോ കണക്ട് ചെയ്താൽ മതി. കണക്ട് ചെയ്. ആഹാ, ഇവിടെ വന്ന് കിടക്കായിരുന്ന ഡ്യൂട്ടിയും കളഞ്ഞ് ഞാൻ തിരക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ കടപ്പുറത്ത് തന്നെ കാണുമെന്ന് ഭാഗ്യം തറപ്പിച്ച് പറഞ്ഞതാ. നീ ആര് ചെമ്മീനിലെ പരീക്കുട്ടിയാ? ദുഃഖം വരുമ്പോ കടപ്പുറത്ത് വന്ന് ഇങ്ങനെ മരം നടിച്ച് കിടക്കാൻ. അളയാൻ പൊയ്ക്കോ, ഞാൻ പിന്നെ വന്നോളാം. അത് വേണ്ട, നിന്നെ എനിക്ക് അത്ര വിശ്വാസം പോരാ. ദുഃഖം മൂത്ത് 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 കുറച്ച് കഴിയുമ്പോ കുറെ കൂടി അങ്ങോട്ട് ഇറങ്ങി കിടക്കാൻ തോന്നും. ബാക്കിയുള്ളവർക്ക് പണി ഉണ്ടാക്കാതെ എഴുന്നേറ്റ് വാ മോനെ. അളിയൻ എന്റെ വിഷമം മനസ്സിലാവില്ല. എടാ, ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ. ഈ ചന്ദ്രിക എന്താ ചെയ്തത്? ഏത് ചന്ദ്രിക? ആ, ചങ്ങമ്പുഴയുടെ ചന്ദ്രിക. രമണനുമായിട്ട് കോര പ്രേമമായിരുന്നില്ലേ? എന്നിട്ട് എന്തായി? പുല്ലാങ്കുഴലിൽ പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് അവൾ അവളുടെ പാട്ടിന് പോയില്ലേ? അതുപോലെ IPS കാരൻ വന്നപ്പം ഡ്രൈവറെ ഇവളും വലിച്ചെറിഞ്ഞു. പോകാൻ പറടാ. അളിയൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ല. അതും പറഞ്ഞു ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? നേരെ എന്ന് IPS കാരോട് പറ, നിങ്ങൾ തമ്മിൽ സ്നേഹമായിരുന്നെന്ന്. അയാള് മാന്യനാണെങ്കിൽ ചിലപ്പോ നിങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചൊന്നും ഇരിക്കും. അങ്ങനെ കഥകളുണ്ടായിട്ടുണ്ട്. എന്താ കഥയുടെ പേര്? ഞാൻ ജോക്കർ. എന്താ? കമ്മീഷണർ സാറിനെ ഒന്ന് കാണുമായിരുന്നു. ആരാ? ചിറ്റടത്തുന്നാ. ഓ, കയറി വരൂ. ആ എന്താ രാമനുണ്ണി രാവിലെ? ഇന്ന് പണിയൊന്നുമില്ലേ? ഞാൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്താ എവിടെയെങ്കിലും വണ്ടി ഇടിച്ചാ? ഇല്ല. പിന്നെ ഞാൻ ആകെ പ്രശ്നത്തിലാണ് സാർ. ഒന്നുകിൽ ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ ചത്തതുപോലെ ജീവിക്കണം. എന്താ താൻ ആരെങ്കിലും കൊന്നോ? ഇല്ല. തന്റെ വിഷമം എന്താണെന്ന് പറയടോ. എന്റെ അധികാരപരിധിയിൽ പെട്ടതാണെങ്കിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പോലീസാണെന്ന് കരുതണ്ട, വിശ്വസിക്കാം. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ വന്നത്. സാർ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എങ്കിലും ഭാവിയിൽ സാറിന്റെ മുമ്പിൽ ഞാനൊരു തെറ്റുകാരനാവരുത്. ജീവിതത്തിൽ ഞാൻ ഒരു പെൺകുട്ടിയെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. സാറിന് വലിയൊരു ജോലിയുണ്ട്, പ്രതാപമുണ്ട്. അതുപയോഗിച്ച് എൻ്റെ ജീവിതം തകർക്കരുത്. സാർ അവളെ എനിക്ക് വിട്ടുതരണം. ആരുടെ കാര്യമോ താനീ പറയുന്നത്? ആരതി. ഞാൻ സ്നേഹിച്ചു പോയി സാർ. സാറ് അവളെ തട്ടിയെടുക്കരുത്. അത്രേ ഉള്ളോ? അവളെ കണ്ട ആരും സ്നേഹിച്ചു പോവും. അല്ലെങ്കിൽ തന്നെ സുന്ദരികളായ കൊച്ചമ്മമാരെ കണ്ട ചെറുപ്പക്കാരായ ഡ്രൈവർമാർക്ക് അല്പം പ്രേമമൊക്കെ തോന്നും. അതൊക്കെ നാട്ടുനടപ്പാണോ? ഞാനൊരു ഡ്രൈവറാണെന്ന് ബോബി ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാ നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് സ്നേഹത്തിലായിരുന്നു? എന്നെ കൊണ്ട് സ്നേഹിപ്പിച്ചതാണ്. എന്നിട്ട് സാറിനെ കണ്ടപ്പോ ഒക്കെ തമാശയാണെന്ന് പറഞ്ഞ് അവള് കാലുമാറി. എനിക്കിതൊന്നും തമാശയല്ല സർ. ഞങ്ങളുടെ കല്യാണത്തിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അറിയാലോ രാമനുണ്ണിക്ക്? അറിയാം സർ. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ പറയുന്നത്. ഈ ചതിക്ക് സാറ് കൂട്ടു നിൽക്കരുത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? സാർ ദയവ് ചെയ്ത് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം. എന്നിട്ട് അവളെ എനിക്ക് വിട്ടുതരണം. നീ ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു. മേലി ഭ്രാന്തുമായിട്ട് നടന്ന പോലീസിന്റെ ശരിക്കുള്ള മുഖം എന്താണെന്ന് നീ കാണും. എന്റെ വിവാഹം എനിക്കൊരു തമാശയല്ല. വിവാഹത്തിന് മുമ്പ് ആരെങ്കിലും അവളെ പ്രേമിച്ചിട്ടുണ്ടെങ്കിലും ഇനി അവൾ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടെങ്കിലും ഞാനത് സഹിക്കും. കാരണം എനിക്ക് അവളെ വിശ്വാസമാണ്. ബാലിശമായ ഒരു പ്രേമത്തിന്റെ കഥ കേട്ട് അവളെ ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സില്ല. ബാലിശമായ പ്രേമം എന്ന് പറഞ്ഞ് സാർ ഇതിനെ തള്ളിക്കളയുന്നെങ്കിൽ എനിക്ക് സാറിനോട് സഹതാപമേ ഉള്ളൂ. സാറിന് അവളെ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ അവളെ എനിക്കറിയാം. മനസ്സിലായില്ല? മനസ്സിലാവും. ഇപ്പോഴല്ല, കല്യാണം കഴിഞ്ഞു. അന്നൊരു പക്ഷേ എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ സാറിന് നഷ്ടപ്പെടുന്ന സാറിന്റെ അഭിമാനമായിരിക്കും. അനാവശ്യം പറയരുത്. സാർ വിചാരിക്കുന്ന പോലെ അത്ര പതിവ്രതയൊന്നും അല്ല അവൾ. നിർത്തണം പൊട്ടി. തെളിവാണോ സാർ? എന്ത് തെളിവ്? അവളുടെ കഴുത്തിന്റെ പുറകിൽ ഒരു മറുകുണ്ട്. കഴുത്തിന്റെ പുറകിൽ ഒരു മറുകുണ്ടെന്ന് വെച്ചാൽ? കഴുത്തിന്റെ പുറകിൽ മാത്രമല്ല, ഞാൻ കാണാൻ പാടില്ലാത്ത പല സ്ഥലത്തും ഉണ്ട്. ദേ, ദാ, ഇത് ബോബിയാണെങ്കിൽ ഇവിടെ ഒരു മറുകുണ്ട്. പിന്നെ ദാ, ഇവിടെ ഒരെണ്ണമുണ്ട്. വിശ്വാസം വരുന്നില്ല അല്ലേ?
എന്തിനാ സാറേ എന്റെ സ്നേഹത്തിന്റെ എച്ചിൽ സാറ് തിന്നുന്നത്? താലി കെട്ടണ നേരത്തെങ്കിലും എത്തുവോ അവളുടെ അച്ഛൻ എന്ന് പറഞ്ഞായിരുന്നു അമ്മയുടെ ടെൻഷൻ. ഡൽഹിയിലെ തിരക്കൊക്കെ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇനിയിപ്പോ ഏതായാലും അളിയനുണ്ടല്ലോ, കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ഏറ്റെടുക്ക്. കല്യാണം എന്ന് പറഞ്ഞ് അമ്മ ഞങ്ങൾക്ക് ഒരു സ്വൈരവും തരുന്നില്ല. സദ്യക്ക് 4 കൂട്ടം പ്രഥമം വേണം, തിരക്കിനിടയ്ക്ക് താലി കെട്ടാൻ മറക്കരുത്. ഇവരുടെ അമ്മയുടെ കല്യാണത്തിന് പോലും അമ്മയ്ക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടായിട്ടില്ല. ഏതായാലും മുത്തശ്ശി അമ്മാവന്മാരും ഇത്രയും ടെൻഷൻ അനുഭവിക്കുന്ന സ്ഥിതിക്ക് അവിടെ അച്ഛനായ ഞാനും കൂടെ ടെൻഷൻ അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ. ആ വാ വാ. കല്യാണത്തിന് മുമ്പ് ചെറുക്കൻ ഇങ്ങനെ പെണ്ണിന്റെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുന്നത് മോശമാണ്. എനിക്കിതുവഴി പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. തന്നെയല്ല, സാറ് വന്നിട്ട് ഞാൻ സൗകര്യമായിട്ടൊന്ന് കണ്ടുമില്ല. എന്തിനായി എക്സ്ക്യൂസ്? രാവിലെ അളിയൻ തന്നെ അങ്ങോട്ട് വന്ന് കണ്ടതല്ലേ? അതെ, പക്ഷേ ഞാൻ ഇങ്ങോട്ട് വന്ന് കാണേണ്ട ഒരു മര്യാദയില്ലേ? ജനനകത്തോട്ടിരിക്കാം. എനിക്ക് പോകാൻ തിരക്കുണ്ട്. ഓ ശരി. അതല്ല, ഞാൻ ആരതി ഒന്ന്. ഓ, അപ്പൊ അളിയനെ കാണാൻ വന്നതല്ല. അയ്യോ, അങ്ങനെയല്ല. അതിന് താനത്തിനാ കിടന്ന് പരിക്കുന്നത്. അപ്പൊ IPS കാർക്കും പരിക്കലുണ്ട്. ആ ചെല്ല് ചെല്ല്. വേറൊന്നുമില്ല, ഞാൻ ഒരു കാര്യം. എന്താ ഇങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ട്? ഒന്നുമില്ല, ഇന്ന് ആകെപ്പാടെ ടെൻഷൻ പിടിച്ചൊരു ദിവസമാ. അപ്പൊ തന്നെ കണ്ടിട്ടൊന്ന് ഹായ് പറയണമെന്ന് തോന്നി. അതെന്താ അത്ര വലിയ ടെൻഷൻ? വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. ഇനി അന്വേഷണം അങ്ങനെ തുടങ്ങണമെന്നുള്ളൊരു ടെൻഷനിലാണ് ഞാൻ. ഈ പോലീസുകാരുടെ വിഷമമൊക്കെ പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവൂ? ഏത് ഷാമ്പു ഉപയോഗിക്കുന്നത്? എന്താ? നല്ല സ്മെല്ല്. ആരതി എപ്പോഴെങ്കിലും ഈ മുടി ഇങ്ങനെ ഉയർത്തി കെട്ടിയിട്ടുണ്ടോ? എന്ത് പറ്റി ഇന്ന്? അല്ല, ഒന്നുമില്ല. ഈ നോർത്തിലൊക്കെ പെൺകുട്ടികൾ ഇങ്ങനെ മുടി ഉയർത്തി കെട്ടി പോകുന്ന കാണാൻ നല്ല ഭംഗിയാ. അപ്പോൾ ആരതി അങ്ങനെ ഒന്ന് കെട്ടി നോക്കിയാൽ നമുക്ക് ഭംഗിയുണ്ടോന്ന് നോക്കാമല്ലോ. ഭംഗി ഉണ്ടെങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് സ്ഥിരമായിട്ട് അങ്ങനെ കെട്ടാം. എൻ്റെ ഒരു ആഗ്രഹമല്ലേ, ഒരു പ്രാവശ്യം പ്ലീസ്. ഈ ജിനേട്ടന്റെ ഒരു കാര്യം. ഇങ്ങനെയാ? അയ്യേ, എനിക്കിത് ഇഷ്ടമല്ല. ഞാനിങ്ങനെ കെട്ടാറേ ഇല്ല. ശരി. ജിനേന്ദ്ര, എന്താ? എന്തെടുക്കാ നീ? ഒന്നുമില്ല. കൊറേ നേരമായാലും വാതിലോട് ചകത്തിരിക്കുന്നു. ആ, അത് പിന്നെ ഞാൻ ഇവിടെ ഊണ് കഴിക്കണ്ടേ? സമയം ഒരുപാടായി. അത് അമ്മ കഴിച്ചോളൂ, ഞാൻ പിന്നെ കഴിച്ചോളാം. നീ വല്ലാണ്ട് വേർതിരിക്കുന്നല്ലോ. അതെ, ഒന്നുമില്ല. ഇവനിതെന്ത് പറ്റി? ഞാൻ സാരി ഉടുത്ത് കാണണമെന്ന് എന്റെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നു. ഒന്നുമില്ല. എന്റെ ഭാര്യാ സങ്കല്പത്തിൽ സാരി ഉടുത്തൊരു പെൺകുട്ടിയുടെ രൂപമുണ്ട്. ആ രൂപത്തിൽ ആരതിയെ കാണാനൊരു ആഗ്രഹം. ഞാൻ ഇതുവരെ സാരി ഉടുത്തിട്ടില്ല. ഒരു ഭംഗിയില്ലല്ലേ? അയ്യോ, നല്ല ഭംഗിയുണ്ട്. കുറച്ചുകൂടെ ഇറക്കി കൊടുത്തിരുന്നെങ്കിൽ. എന്താ? അല്ല, ഇവിടെ ഇങ്ങനെ കുറച്ച് താഴെ ഇറങ്ങിപ്പോയല്ലേ? പോയി. ഇവിടെയാണോ അസ്ഥിത്തറ? ഈ മലമുകളിൽ അസ്ഥിത്തറ പണിയാൻ എന്റെ അച്ഛനെന്താ പർവ്വതാരോഹണമായിരുന്നു പണി. അത് തറവാടിന്റെ തെക്കേ മുറ്റത്ത് തന്നെയാ. പിന്നെ അസ്ഥിത്തറയിൽ തിരിവെക്കണം എന്ന് പറഞ്ഞത്? അത് മുത്തശ്ശിയോട് സൗകര്യപൂർവ്വം ഒരു കള്ളം പറഞ്ഞതല്ലേ, തന്നെ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടാൻ. ഇതുപോലെ ഏകാന്ത സുന്ദരമായൊരു കുന്നിൻ ചെരുവിൽ ഇതുപോലൊരു വൈകുന്നേരം തന്നോടൊപ്പം കുറെ സമയം ചെലവഴിക്കണമെന്നൊരു മോഹം തോന്നി. പോലീസുകാരൻ റൊമാൻറ്റിക് ആവാൻ പാടില്ലെന്നൊന്നുമില്ലല്ലോ. സാധാരണ പെണ്ണുങ്ങളുടെ സാരിയൊക്കെ ഇറങ്ങി ഇറങ്ങി വരും. ഇതാണ് കയറി കയറി പോകുന്ന. നല്ല സ്ഥലം അല്ലേ ജിനേട്ടാ? റൊമാൻസിനൊക്കെ പറ്റും. അല്പം റൊമാൻറ്റിക് ആയിട്ട് ഈ സാരി ഒന്ന് പിടിച്ച് താഴ്ത്തിയാലോ? ഇപ്പൊ ആവോ?
ഏയ്, ഏ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂണിന് എവിടെ പോകാനാണ് ആരതിക്ക് താല്പര്യം? അത് നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് തീരുമാനിച്ചാ പോരെ? റേപ്പ് ആയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു, പക്ഷെ അത് പറ്റൂലല്ലോ, കെട്ടാൻ പോവല്ലേ. ഈ ഉടുപ്പൊക്കെ ഒന്ന് നനഞ്ഞിരുന്നെങ്കിൽ, നനയ്ക്കാനിപ്പോ എന്താ ചെയ്യാ? അല്ല, പുഴയുണ്ടായിരുന്നെങ്കിൽ അതിൽ പിടിച്ച് തള്ളിയിടായിരുന്നു. ഇവിടെ വല്ലയിടത്തും പുഴ കാണൂ? ഏ അല്ല, ഇവിടെ ഒരു പുഴയും കൂടെ ഉണ്ടായിരുന്നെങ്കിലേ. ഈ മലയുടെ മുകളിൽ എവിടെയാ പുഴ? ആ, അതാണ്. ഇനിയിപ്പോ എന്താ ഒരു മാർഗം? ഒരു മഴ പെയ്താലും മതിയായിരുന്നു. മഴ പെയ്യുന്നു, രക്ഷപ്പെട്ടു. അയ്യോ, ആറ്റു നോറ്റിരുന്നൊരു മഴ വന്നപ്പോ ആരെങ്കിലും വീട്ടിൽ പോവോ? പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടെ കുറച്ചു നേരം ഒന്ന് മഴ തന്നെ. മഴ എന്ന് പറയുന്ന റൊമാൻസിന്റെ സിമ്പൽ അല്ലേ, ഐശ്വര്യത്തിന്റെ ലക്ഷണം. നമുക്ക് തിരിച്ചു പോവാം. അയ്യോ, അങ്ങനെ പറയല്ലേ, നമുക്ക് ഒന്നുകൂടെ നനഞ്ഞിട്ട് വീട്ടിൽ പോവാം. ഈ നോർത്തിലൊക്കെ ഒരു മഴ പെയ്തിട്ട് എത്ര കാലമായി അറിയാവോ? ഇത് നോർത്തല്ല, സൗത്താ. അതെ, ഈ സൗത്തിലെ മഴ കൊണ്ടിട്ട് ഒരുപാട് കാലമായി. ദാ നോക്കി, മഴ കൊണ്ട് നമ്മുടെ ശരീരവും മനസ്സൊക്കെ തണുത്തപ്പോ നമ്മൾ കൂടുതൽ റൊമാൻറ്റിക് ആയല്ലേ. മഴ കൊണ്ടാ എനിക്ക് പനി പിടിക്കും. അയ്യോ, അതിപ്പോ ഒരു കാര്യം ചെയ്യാം. ദാ അങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, നമുക്കേ ഇവിടെ നിൽക്കാം. ആകെ നനഞ്ഞു അല്ലേ? ഇപ്പോഴത്തെ മഴ കൊണ്ടാ ഇങ്ങനെയാ നനയും. നമുക്കിതൊക്കെ ഒന്ന് മാറ്റണ്ടേ? വേണ്ട, വീട്ടിൽ പോയിട്ട് മാറാം. അത് വേണ്ട, നമുക്ക് മാറ്റിയിട്ട് വീട്ടിൽ പോവാം. ഈ വേഷത്തിൽ വീട്ടിലേക്ക് എന്നാൽ അവരെന്ത് വിചാരിക്കും? നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊക്കെ ഒന്ന് അഴിച്ച് പിഴിഞ്ഞു കൊടുക്കാം. വേണ്ട, ഞാൻ എടുത്തോളാം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് നിൽക്കാം. ഒളിഞ്ഞു നോക്കുന്ന അവളെങ്ങാൻ കണ്ടാൽ ചീപ്പാവൂ? ഇനി ഈ ടെൻഷൻ താങ്ങാൻ എനിക്ക് വയ്യ. ചീപ്പാവണമെങ്കിൽ ചീപ്പാവട്ടെ. കാരണം എന്താണെന്ന് നിങ്ങളുടെയൊക്കെ മുമ്പിൽ വിശദീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ വിവാഹം നടക്കില്ല. താൻ എന്തൊക്കെയായി പറയുന്നത്? എല്ലാരെയും ക്ഷണിച്ച് എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് ഇനി നാട്ടുകാരുടെ മുഖത്ത് അങ്ങനെ നോക്കും? ചിറ്റേടത്ത് തറവാടിന് ഒരു അന്തസ്സുണ്ട്. ഈ കുടുംബത്തൊരു കല്യാണം മുടങ്ങണമെങ്കിൽ അതിന് ന്യായമായ കാരണങ്ങൾ വേണം. താൻ വളച്ചു കിട്ടാത്ത കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഞാൻ പറഞ്ഞല്ലോ, ഇത് തികച്ചും വ്യക്തിപരമായ പ്രശ്നമാണ്. എന്നങ്ങനെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാലോ? ഇതെന്റെ മകളുടെ ഭാവിയുടെ കാര്യമാണ്. കാര്യം എന്താ ഞങ്ങൾക്ക് അറിയണം. താനൊരു ഇത്തിരി വലിയ ഓഫീസറാണെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒട്ടും മോശമല്ല. മര്യാദ കാര്യം എന്താ അത് പറയും. കെട്ടാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് എല്ലാവർക്കും ചില സങ്കല്പങ്ങളൊക്കെ കാണും. ഐ എം സോറി, എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്. ജനചന്ദ്ര, സോറി സർ, നിങ്ങളുടെ മകളുടെ പരിശുദ്ധിയിൽ എനിക്ക് സംശയമുണ്ട്. എന്റെ ഷർട്ടിലല്ല പിടിക്കേണ്ടത്. ഇവിടെ വേറൊരുത്തനുണ്ടല്ലോ, രാമനുണ്ണി, നിങ്ങളുടെ ഡ്രൈവർ, അവനെ പോയി പിടിക്കും. അഴിഞ്ഞാടി നടക്കുന്ന ഒരു പെണ്ണിനെ പിടിച്ച് എല്ലാവരും കൂടെ എന്റെ തലയിൽ കെട്ടിവെക്കാന്ന് വിചാരിച്ചല്ലേ? എന്താ അളിയാ ഇത്? കാര്യം എന്താണെന്ന് അന്വേഷിച്ചിട്ട് പോരെ തല്ലലും കൊല്ലലും ഒക്കെ? എന്താടോ, എന്റെ മോളെ തല്ലാനും എനിക്ക് അവകാശമില്ലേ? അവൾ അഴിഞ്ഞാടി നടക്കുന്നെന്ന് പറഞ്ഞ അവൻ പോയത് ആണോടോ? അമ്മൂമ്മയും അമ്മാവന്മാരും കൂടെ ലാളിച്ച് ലാളിച്ച് വളർത്തിയിട്ട് തൃപ്തിയായി. ഉണ്ണിയേട്ടാ, അറിഞ്ഞോ? അവളുടെ കല്യാണം കലങ്ങി. ഉണ്ണിയേട്ടൻ അവളും തമ്മിലുള്ള ബന്ധം കമ്മീഷൻ അറിഞ്ഞു. ചിറ്റടുത്ത പണിക്കാരി ജാനു വലിയടുത്തോട് പറയണ കേട്ടതാ.
തന്ത അവളെ ശരിക്കൊന്ന് പെരുമാറിത്രേ. നന്നായി. ഇന്നെങ്കിലും ഉണ്ണിയേട്ടന് മനസമാധാനത്തോടെ കിടന്ന് ഉറങ്ങാലോ. അവൾക്കത് വരണം. ഉണ്ണിയേട്ടൻ അത്രമാത്രം വിഷമിപ്പിച്ചില്ലേ? ഉണ്ണിയേട്ടൻ സൂക്ഷിക്കുന്ന നല്ലതാ. അവളുടെ അമ്മാവന്മാര് വെറുതെ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. എന്തോന്ന് സൂക്ഷിക്കാൻ? ഉണ്ണിയേട്ടൻ എന്തെങ്കിലും ചെയ്താ വീണ്ടും നടന്ന അവള് തന്നെയല്ലേ. ഏതായാലും ഇന്നത്തോടെ അവളെ അഹങ്കാരം തീർന്നു കിട്ടി. ഉണ്ണിയേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തേ? ഒന്നുമില്ല. നിക്കണ അവിടെ. ഈ പടിക്കകത്ത് കയറാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? എനിക്ക് ആരതി ഒന്ന് കാണണം. കണ്ടതൊന്നും പോരേടാ, ഇറങ്ങണ വെളിയിൽ. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. നിന്റെ ഒരു കാര്യം നിനക്ക് പ്രേമിക്കാൻ വേറെ ആരെയും കിട്ടില്ലടാ, തെണ്ടി. അടിച്ചു കൊല്ലടാ നന്ദി കേട്ട പട്ടിയെ. ഓടാ. കഴിവറുടെ മോനെ, എന്റെ മോടെ ജീവിതമാണോ നീ നശിപ്പിച്ചത്? ഇനി എന്നെ അടിക്കരുത്. അടിച്ചാൽ നിങ്ങളുടെയൊക്കെ മാന്യത കണക്കാക്കാതെ ഞാൻ തിരിച്ചടിക്കും. നിങ്ങളെയൊക്കെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പാവം മനുഷ്യനുണ്ട്, എന്റെ അച്ഛൻ. ആ അച്ഛന്റെ മകനാണ് ഞാൻ. എന്നെ കൊണ്ട് നന്ദികേട് കാണിപ്പിക്കരുത്. സാർ എന്നോട് ക്ഷമിക്കണം. സാറിന്റെ മകളെ ഞാൻ സ്നേഹിച്ചത് സത്യമാണ്. അതിനുള്ള അർഹത എനിക്കില്ലെന്ന് ആ കുട്ടി എന്റെ മുഖത്ത് നോക്കി പറയുന്നവരെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു സാർ. മറക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, കഴിഞ്ഞില്ല. നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോ മനസ്സ് പതറിപ്പോയി. കമ്മീഷണറെ തെറ്റിദ്ധരിപ്പിച്ചത് പൊറുക്കാൻ വയ്യാത്ത തെറ്റാണ്. ആ തെറ്റിന് ഈ കുട്ടി എന്തിനാണ് ശിക്ഷിക്കപ്പെടുന്നത്? ഒന്ന് തൊട്ടുപോലും സാറിന്റെ മകളെ ഞാൻ കളങ്കപ്പെടുത്തിയിട്ടില്ല. അതൊന്നും ഇവിടെ ഒന്ന് പറയണമെന്നേ കരുതിയുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്നെ എന്ത് വേണേലും ചെയ്യാം. എനിക്ക് വേദനിച്ചില്ല. ഈ വേദന ഞാൻ മുമ്പ് സ്വപ്നം കണ്ടതാ. കരയരുത്. അറിഞ്ഞോ അറിയാതെയോ കുട്ടിയെ കരയിപ്പിച്ചതിൽ മാപ്പ്. മാനത്ത് നക്ഷത്രം കയ്യിൽ കിട്ടാൻ 1000 രാത്രികൾ ഉറക്കമിളച്ച് കാത്തിരുന്ന ഒരു കുട്ടിയുടെ കഥ കൊച്ചുനാളിൽ എന്റെ ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കഥ വിശ്വസിച്ചതുകൊണ്ടാവാം ഞാനും ഒരു നക്ഷത്രത്തെ കാത്തിരുന്നത്. കാത്തിരിക്കാനുള്ള അവകാശം ആരും നിഷേധിക്കുന്നില്ലല്ലോ. കരയാതെ മോളെ, ചിരിക്കരുതെന്ന് ഡോക്ടർ പറയുമ്പോഴും മുത്തശ്ശി പൊട്ടിച്ചിരിച്ചിരുന്നത് നിന്റെ ചിരി കാണാനുള്ള കൊതി കൊണ്ടാ. ആ നീ കരഞ്ഞ മുത്തശ്ശിക്ക് സഹിക്കില്ല. നിന്റെ കളി തമാശകൾ കാണുമ്പോഴൊക്കെ ഞാൻ ഓർത്തിരുന്നത് എന്റെ ചെറുപ്പമാണ്. ജീവിതം കൊണ്ട് തമാശ കാണിക്കരുതെന്ന്. മുത്തശ്ശിക്കത് 2ാം പാഠമാണ്. മുത്തശ്ശി, സത്യം പറ, എന്നെങ്കിലും മുത്തശ്ശി ആ ശങ്കരവാര്യരെ സ്നേഹിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. എപ്പോഴൊക്കെയോ ഞാൻ അയാളെ സ്നേഹിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകി. അമ്മയുടെ സെന്റിമെന്റ്സിനേക്കാളും എനിക്ക് അവിടെ ഭാവിയാ വലുത്. അവളെ ഇനി ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല.
അളിയ വിചാരിക്കാതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. മനഃപൂർവ്വം ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എത്രയും പെട്ടെന്ന് ഇതിനേക്കാൾ നല്ലൊരു ആലോചന നമുക്കുണ്ടാക്കാം. വേണ്ട, കല്യാണം മുടങ്ങിയതിലല്ല എനിക്ക് ദുഃഖം. ഞങ്ങൾക്ക് അവൾ ഒറ്റ മോള. നാളത്തെ ഡൽഹി ഫ്ലൈറ്റ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, പോണം. ഞാൻ പിന്നെയും വന്നു. എന്താ എല്ലാരും കളി നിർത്തിയത്? കളിച്ചോളൂ. ഉണ്ണിയേട്ടില്ലാതെ ഒരു ഉത്സാഹം ഉണ്ടായില്ല ഞങ്ങക്ക്. ഉണ്ണിയേട്ടന് ആകെ വല്ലാണ്ടായി. അപ്പോഴേ തോന്നി ഉണ്ണേട്ടന്റെ കളി ഇങ്ങനെ അവസാനിക്കുള്ളൂ. സാരമില്ല, എല്ലാ ടൂർണമെന്റിലും നമ്മൾ ജയിക്കാറില്ലല്ലോ. ഫൈനൽസിൽ ഞാൻ തോറ്റുപോയി. ഏതായാലും കഴിഞ്ഞില്ലേ, ഇനി അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഉണ്ണിയേട്ടൻ ഒന്ന് കളിക്ക്. മനസ്സ് തുറന്ന് കളിച്ചാ എല്ലാ ദുഃഖവും മറക്കാം. ഉണ്ണേട്ടൻ വാ. ശരിയാ, മനസ്സ് തുറന്നൊന്ന് കളിച്ചാ എല്ലാം മറക്കാം. ഉണ്ണിയേട്ടാ അത് ഇറങ്ങ്. കബഡി 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 പിടി കൊടുക്കല്ലേ. കബഡി 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 I'm sorry. കളിച്ചോ. കബഡി 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 I'm really sorry. കബഡി 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 കബഡി. Sorry for everything. ഓക്കേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. ഇന്നത്തെ ഫ്ലൈറ്റിന് ഞാൻ പോവാ. ഇനി നമ്മൾ തമ്മിൽ കാണില്ല. ഞാൻ പറയുന്നത് കേക്ക്. You dirty devil. I love you. Yes, I really mean it. I love you. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ടിക്കറ്റ് ഇല്ല. ഒരാളോട് ഒരു കാര്യം പറഞ്ഞിട്ട് പോരാ. ഞാൻ ഒരു കാര്യം പുറത്തേക്ക് പോകണം. Your attention please. Indian Airlines flight IC539 to Delhi is now ready for departure. Passengers are requested to proceed to the aircraft. यात्री से निवेदन है कि दिल्ली जाने वाली उड़ान IC539 जाने के लिए तैयार है. आपसे निवेदन है ഒരാളോട് അത്യാവശ്യ കാര്യം പറയാം. ഒരു കാര്യം പറഞ്ഞിട്ട് പോരാ. ബോർഡിംഗ് പാസ് ഉണ്ടോ? പാസഞ്ചർ ആണോ പോകുന്നത്? ഏത് പാസഞ്ചർ? വണ്ടി ഇപ്പൊ പോകും. വണ്ടിയാണോ? പ്ലെയിൻ ആണോ? താൻ എവിടെ? ഞാനോ? ഏത് ഞാൻ? താൻ എവിടേക്കാ പോകുന്നത്? മാറോ. ബോംബോ എവിടെ? Your attention please. Due to a bomb scare, flight IC539 to Delhi is delayed indefinitely. The remaining passengers are requested to wait for further information. ബോബി, I love you. Really, I love you.
da da